പ്രൈസ് ദി ലോർഡ്. വേദശാസ്ത്രത്തിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് ബൈബിളിൽ 2 സമാഗമന കൂടാരത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിനെ നമ്മളൊന്ന് വിശദമായിട്ട് നോക്കാൻ പോവുകയാണ്. നമ്മളെല്ലാവരും ഒരു സമാഗമന കൂടാരത്തെക്കുറിച്ചാണ് കേട്ടിട്ടുള്ളൂ. ഈ 2 സമാഗമന കൂടാരത്തെക്കുറിച്ച് നമുക്ക് പഠിക്കുമ്പോൾ ഇത് രണ്ടാണെന്ന് നമുക്ക് മനസ്സിലാകും. അതിനാധാരമായിട്ട് പുറപ്പാട് പുസ്തകം 33-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യം മുതൽ ഞാൻ വായിക്കുന്നു. മോശ കൂടാരമെടുത്ത് പാളയത്തിന് പുറത്ത് പാളയത്തിൽ നിന്ന് ദൂരത്തടിച്ചു. അതിന് സമാഗമന കൂടാരം എന്ന് പേരിട്ടു. നമ്മൾ പഠിച്ചിരിക്കുന്ന സമാഗമന കൂടാരം അല്ല അത്. നമുക്ക് നോക്കിയറിയാം. യഹോവയെ അന്വേഷിക്കുന്നവനെല്ലാം പുറപ്പെട്ട് പാളയത്തിന് പുറത്തുള്ള സമാഗമന കൂടാരത്തിലേക്ക് ചെന്നു. മോശ കൂടാരത്തിലേക്ക് പോകുമ്പോൾ ജനമൊക്കെയും എഴുന്നേറ്റ് ഓരോരുത്തൻ താന്താന്റെ കൂടാരവാതിക്കൽ നിന്നു. മോശ കൂടാരത്തിനകത്തേക്ക് കടക്കുവോളം അവനെ നോക്കിക്കൊണ്ടിരുന്നു. അപ്പോൾ മോശ കൂടാരത്തിനകത്തേക്ക് കടക്കുന്നത് ആര് നോക്കിക്കൊണ്ടിരുന്നു? ജനമെല്ലാം നോക്കിക്കൊണ്ടിരുന്നു. മോശ കൂടാരത്തിൽ കിടക്കുമ്പോൾ മേഘസ്തംഭം ഇറങ്ങി കൂടാരവാതിക്കൽ നിൽക്കുകയും, അപ്പോൾ ഇവിടെ മേഘസ്തംഭം ഇറങ്ങിയിട്ട് എവിടെയാണ്? കൂടാരവാതിക്കൽ നിൽക്കുകയാണ്. യഹോവ മോശയോട് എന്ത് ചെയ്യുന്നു? സംസാരിക്കുകയും ചെയ്തു. ജനമെല്ലാം കൂടാരവാതിക്കൽ മേഘസ്തംഭം നിൽക്കുന്നത് കണ്ടു. ജനമെല്ലാം എഴുന്നേറ്റ് ഓരോരുത്തൻ താന്താന്റെ കൂടാരവാതിക്കൽ വെച്ച് നമസ്കരിച്ചു. അപ്പോൾ ഇവിടെ മോശ ഈ കൂടാരത്തിലേക്ക് പോകുന്നു. കൂടാരത്തിനകത്ത് കിടക്കുമ്പോൾ എന്ത് ചെയ്യാണ്? മേഘസ്തംഭം ഇറങ്ങി വാതിക്കൽ നിൽക്കുന്നു. ഈ യഹോവയായ ദൈവം എന്ത് ചെയ്യുകയാണ്? മോശയോട് സംസാരിക്കുന്നു. അങ്ങനെ ഇത് കാണുമ്പം ജനമെല്ലാം അവരവരുടെ കൂടാരത്തിൽ, അവിടെ ഇരിക്കുന്ന എങ്ങനെയാണ്? ജനമെല്ലാം എഴുന്നേറ്റ് ഓരോരുത്തൻ താന്താന്റെ കൂടാരവാതിക്കൽ വെച്ച് എന്ത് ചെയ്തു? നമസ്കരിച്ചു. അപ്പോൾ ദൈവം അളവ് കൊടുത്ത് പണിയുന്ന സമാഗമന കൂടാരത്തിന് മുമ്പായിട്ട് മോശ താൽക്കാലികമായിട്ട് അടിച്ച കൂടാരമായിരുന്നു ഈ സമാഗമന കൂടാരം എന്ന് പറയുന്നത്. അതിന് സമാഗമന കൂടാരമെന്ന് പേരിട്ടു എന്ന് തന്നെയാണ് 7-ാം വാക്യത്തിൽ നമ്മൾ കണ്ടത്. അപ്പോൾ ഇനി ഒറിജിനൽ സമാഗമന കൂടാരം ദൈവം കൽപ്പന കൊടുത്ത് അളവ് കൊടുത്ത് പണിതതായ, അല്ലെങ്കിൽ എന്താണ്, പ്രാകാരവും വിശുദ്ധ സ്ഥലവും അതിവിശുദ്ധ സ്ഥലവും അതേപോലെ നിലവിളക്ക്, കാഴ്ചയപ്പത്തിൻ്റെ മേശ, അതേപോലെ യാഗപീഠം, ഇതെല്ലാം അടങ്ങുന്ന ഈ സമാഗമന കൂടാരം പണിയുന്നത് നമുക്കറിയാം. ഈ പുറപ്പാട് പുസ്തകം 36-ാം അധ്യായത്തിലാണ് ബെസലേലും ഒഹോലിയാബും വിശുദ്ധ മന്ദിരത്തിലെ ശുശ്രൂഷ യഹോവ കൽപ്പിച്ചതുപോലെ ഒക്കെയും സകല പ്രവൃത്തിയും ചെയ്യുവാൻ അറിവേണ്ടതിന് യഹോവ ജ്ഞാനവും ബുദ്ധി നൽകുന്ന സകല ജ്ഞാനികളും പ്രവൃത്തി ചെയ്യണം. അപ്പോൾ സമാഗമന കൂടാരം പണിയേണ്ടതിനായിട്ട് ബെസലേലിനെ ഒഹോലിയാബിനെയും തിരഞ്ഞെടുത്ത് 36-ാം അധ്യായത്തിലാണ്. 37-ാം അധ്യായത്തിൽ പറയുന്നു ബെസലേൽ പെട്ടകം ഗദിരം മരം കൊണ്ട് ഉണ്ടാക്കി. അപ്പോൾ നമ്മൾ 33-ാം അധ്യായത്തിലാണ് താൽക്കാലികമായ കൂടാരം അടിച്ചതും ആ കൂടാരത്തിന് സമാഗമന കൂടാരം എന്ന് പേരിട്ടെന്ന് പറയുന്നത്. പക്ഷേ ദൈവം അളവ് കൊടുത്ത പെട്ടകം പണി എന്താണ്? ആരംഭിക്കുന്നത് 37-ാം അധ്യായത്തിലാണ്. അവിടെ എഴുതിയിരിക്കുന്നല്ലോ, എന്നിട്ട് പറഞ്ഞിട്ട് പറയുന്ന 60 മുഴം അത് അകവും പുറവും പൊന്നുകൊണ്ട് പൊതിഞ്ഞു, ചുറ്റും അതിന് പൊന്നുകൊണ്ടൊരു വക്കുണ്ടാക്കി. അങ്ങനെ പറഞ്ഞു വന്നിട്ട് 40-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 40-ാം അധ്യായം എഴുതിയിരിക്കുന്ന അനന്തരം യഹോവ മോശയോട് അരുളിച്ചത് എന്തെന്നാൽ, 1-ാം മാസം 1-ാം തീയതി നീ സമാഗമന കൂടാരം എന്ന തിരുനിവാസം എന്ത് ചെയ്യണം? നിവർക്കണം. സാക്ഷ്യപെട്ടകം അതിൽ വെച്ച് തിരശ്ശീല കൊണ്ട് മറയ്ക്കണം. മോശ കൊണ്ടുവന്നു അതിന് സാധനങ്ങൾ ക്രമത്തിൽ വെക്കണം. നിലവിളക്ക് കൊണ്ടുവന്ന് അതിൻ്റെ ദീപം കൊളുത്തേണം. ധൂപത്തിനുള്ള പൊൻപീഠം സാക്ഷ്യപെട്ടകത്തിന് മുമ്പിൽ വെച്ച് തിരുനിവാസത്തിൻ്റെ വാതിലിൻ്റെ മറശ്ശീല തൂക്കണം. സമാഗമന കൂടാരം എന്ന തിരുനിവാസത്തിൻ്റെ വാതിലിന് മുമ്പിൽ ഹോമയാഗം വെക്കണം. അപ്പോൾ ഈ സമാഗമന കൂടാരം ഇത് 2-ാമത്തെ സമാഗമന കൂടാരമാണ്. അതാണ് ദൈവം അളവ് കൊടുത്ത് ബെസലേല് ജ്ഞാനം കൊടുത്ത് പണിതതായ ഈ സമാഗമന കൂടാരം എന്ന് പറയുന്നത്. എന്നിട്ട് സമാഗമന കൂടാരത്തിന് യാഗപീഠത്തിന് നടുവിൽ തൊട്ടി വെച്ച് അതിൽ വെള്ളമൊഴിക്കണം. ചുറ്റും പ്രാകാരം നിവർത്തിച്ച് പ്രാകാര വാതിലിൻ്റെ മറശ്ശീല തൂക്കണം. അഭിഷേക തൈലം എടുത്ത് തിരുനിവാസവും അതിലുള്ള സകലവും അഭിഷേകം ചെയ്ത് അതും അതിൻ്റെ ഉപകരണങ്ങളൊക്കെയും ശുദ്ധീകരിക്കണം. കണ്ടോ? ഹോമയാഗപീഠവും അതിൻ്റെ ഉപകരണങ്ങളൊക്കെയും അഭിഷേകം ചെയ്ത് യാഗപീഠം ശുദ്ധീകരിക്കണം. യാഗപീഠം അതിവിശുദ്ധമായിരിക്കണം. അപ്പോൾ ഇങ്ങനെ എന്ത് ചെയ്യാണ്? യഥാർത്ഥത്തിൽ ദൈവം കൽപ്പന കൊടുത്ത് പണിത
സമാഗമന കൂടാരത്തെക്കുറിച്ചാണ് 37 അധ്യായം മുതൽ ഇവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നത്. എന്നിട്ട് നമുക്കറിയാം ഈ ലേവ്യ പുസ്തകം 1:1 പറയുന്നുണ്ട്, യഹോവ സമാഗമന കൂടാരത്തിൽ വെച്ച് മോശയെ വിളിച്ചു അവനോട് അരുളി ചെയ്തത്, നീ ഇസ്രായേൽ മക്കളോട് സംസാരിച്ച് അവരോട് പറയേണ്ടതെന്നാൽ, നിങ്ങളിൽ ആരെങ്കിലും യഹോവയ്ക്ക് വഴിപാട് കഴിക്കുന്നു എങ്കിൽ കന്നുകാലികളിലോ ആടുകളിലോ ആയ മൃഗങ്ങളെ വഴിപാട് കഴിക്കണം. അവർ വഴിപാടായി കന്നുകാലികളിൽ ഒന്നിനെ, ഹോമയാഗം കഴിക്കുന്നുവെങ്കിൽ ഊനമില്ലാത്ത ആണിനെ അർപ്പിക്കണം. കണ്ടോ? അപ്പോൾ ഇവിടെ യാഗങ്ങളും ഒക്കെ നടത്തുന്ന സമാഗമന കൂടാരത്തെക്കുറിച്ചാണ് രണ്ടാമത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 2 സമാഗമന കൂടാരത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഒന്ന് 33 അധ്യായത്തിൽ താൽക്കാലിക സമാഗമന കൂടാരം. അവിടെ എന്താണ്? മോശ കൂടാരത്തിനകത്തേക്ക് കിടക്കുന്നു, ദൈവം എന്ത് ചെയ്യുന്നു? വാതിൽക്കൽ നിന്ന് മോശയോട് സംസാരിക്കുന്നു. ജനമൊക്കെയും അവരവരുടെ കൂടാരത്തിൽ നിന്നുകൊണ്ട് നമസ്കരിക്കുന്നു. അതാണ് ഒന്നാമത്തെ സമാഗമന കൂടാരം. രണ്ടാമത്തെ സമാഗമന കൂടാരത്തിലേക്ക് യാഗവസ്തുവിനെയൊക്കെ കൊണ്ടുവന്ന് ആ യാഗമർപ്പിക്കുന്ന സമാഗമന കൂടാരമാണ്. കാഴ്ചയപ്പത്തിൻ്റെ മേശയും നിലവിളക്കും പുരോഹിതന്മാരും ഒക്കെയുള്ള പെട്ടകുരിക്കുന്ന അതിവിശുദ്ധ സ്ഥലം ഒക്കെയുള്ള സ്ഥലമാണ് രണ്ടാമത്തെ സമാഗമന കൂടാരം എന്ന് പറയുന്നത്. അപ്പോൾ ബൈബിൾ നിശ്ചയമായിട്ടും 2 സമാഗമന കൂടാരത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് അടുത്ത ദിവസങ്ങളിൽ കാണാം. കർത്താവ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്.